മനുഷ്യക്കുഞ്ഞുങ്ങൾ ഇതര ജീവികളുമായി തട്ടിച്ചു നോക്കിയാൽ എത്ര ദുർബലരാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാത്തിരിക്കുന്ന രണ്ടു കൈകളിലേക്കല്ല പിറന്നു വീഴുന്നത് എങ്കിൽ ഉറുമ്പുകൾക്ക് ഭക്ഷണമാകാൻ മാത്രം കഴിയുന്നത്ര നിസ്സഹായരാണ്. മൂച്ചുമുട്ടിച്ചും വലിച്ചെറിഞ്ഞും തല്ലിയും കൊന്നുമില്ലാതാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരിക്കലും കാണാതെ ഒടുങ്ങിപ്പോകുന്ന ജീവനുകൾ ചില മനുഷ്യരുടെ വിനോദവും ചിലരുടെ വേദനയുമാണ്. ഒരു മറുവശം കൂടിയുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നതും മരിക്കുന്നതും അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹത്തിൽ. ആ കണ്ടീഷനിങ് ഉണ്ടാക്കുന്ന ട്രോമയെ അതിജീവിക്കാൻ കഴിയാതെ പോകുന്നുമുണ്ട് പെൺകുട്ടികൾക്ക്. ജനിച്ചയുടൻ അമ്മയുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കരി എന്ന ചാപ്പകുത്തൽ നമുക്ക് എളുപ്പമാണ്. നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പിറന്ന ആദ്യ മണിക്കൂറിൽ അമ്മയുടെ പരിചരണത്തിലായിരിക്കില്ല എന്നതു മാത്രമാണ് നമ്മുടെ അതിശയോക്തിയുടെ ഉത്തരം. പ്രസവ വേദന, പ്രസവം, സ്വയരക്ഷ, കുഞ്ഞ്, ഗർഭവും പ്രസവവും രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം, എന്തു ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പാകമല്ലാത്ത മാനസികാവസ്ഥ. ആ അമ്മമാർ ആരുടെ സൃഷ്ടിയാണ്? ആ ചോദ്യം ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു കുഞ്ഞു ജീവനും ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് ഇരയാകരുത്. വേണ്ട എന്ന് തോന്നിയാൽ ഇല്ലാതെയാക്കാനുള്ള ചിന്ത വെച്ചു പുലർത്തരുത്. കയ്യേറ്റു വാങ്ങാൻ അമ്മത്തൊട്ടിലുകളുണ്ട് നാട്ടിൽ. ഇനിയൊരു കുഞ്ഞ് നമ്മുടെ കൺമുന്നിലേക്ക് കരയാൻ പോലും കരുത്തില്ലാതെ വന്നു വീഴാതിരിക്കട്ടെ. കേരളം നടുങ്ങിയോ? കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കൊച്ചിയിലെ സംഭവം നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ ദിവസം ഏതൊരു സാധാരണക്കാരുടെയും മനസ്സിൽ ഒരു തവണയെങ്കിലും ഓടി വന്നിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഇത്. എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും എന്ന് കരുതിയോ, ഇതുകൊണ്ട് ഇതിന് പരിസമാപ്തിയാകും എന്ന് വിചാരിച്ചിട്ടോ അല്ല. പക്ഷേ അങ്ങനെ ഇല്ലാതായി പോകുന്ന കുഞ്ഞുങ്ങളോടൊരു സമൂഹം എന്ന നിലയിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അവരെപ്പറ്റി ഇന്നൊരു ദിവസമെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഡോക്ടർ എൽസി ഉമ്മൻ, സൈക്യാട്രിസ്റ്റ്, ഈ സംഭവം നടന്ന വാർഡിൻ്റെ കൗൺസിലർ അഞ്ജന ടീച്ചർ, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ സക്കറിയ ജോർജ്, അഭിഭാഷക മായാകൃഷ്ണൻ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. പനമ്പള്ളി നഗറിൽ കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ കുറച്ചു മുൻപാണ് പുറത്തു വന്നത്. ആ കുഞ്ഞിൻ്റെ തലയോട്ടിയിൽ ഗുരുതരമായ പരിക്കുണ്ട്. മരണകാരണം തലയോട്ടിക്കേറ്റ പരിക്കാണ് എന്നുള്ളതാണ് നിഗമനം. ശരീരമാകെ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ലക്ഷണങ്ങളുമുണ്ട്. ഒരു പിറന്നു വീണ കുഞ്ഞിന് എത്ര സമ്മർദ്ദം താങ്ങാൻ കഴിയുമെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ആയുഷ്കാലത്ത് ഒരിക്കലെങ്കിലും അന്നേരമുണ്ടായ ഒരു കുഞ്ഞിനെ കൈനീട്ടി വാങ്ങിയവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. അത്രമേൽ ഒരു ശരീരത്തോട്, ഒരു ജീവനോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന ഒരു ചോദ്യവും അങ്ങനെ ചെയ്യാനിടയായ സാഹചര്യങ്ങളും ഒക്കെ വലിയ തോതിൽ ചർച്ചയും പഠനവും ഒക്കെ വേണ്ടതാണ്. എന്നിരുന്നാലും ഇന്ന് ഫേസ്ബുക്കിലൊക്കെ അടക്കം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണം കണ്ടതിൽ ഒന്ന്, നാട്ടിൽ അമ്മത്തൊട്ടിലുകൾ ഉണ്ടല്ലോ, എന്തിനാണ് കൊന്നു കളയുന്നത്? ഇല്ലാത്തവർക്ക് നൽകിക്കൂടെ? അല്ലെങ്കിൽ സർക്കാരിനെ ഏൽപ്പിച്ചുകൂടെ? ഇങ്ങനെ പല ചോദ്യങ്ങളാണ്. സ്വാഭാവികമായും നമുക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാകും. അത് ഒരു പ്രധാനപ്പെട്ട പക്ഷേ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അവനവൻ ഗർഭിണിയാണ്, പ്രസവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവനവൻ്റെ മാതാപിതാക്കളോട് പോലും പോലീസിൻ്റെ ഭാഷ്യമാണ്. പറയാൻ കഴിയാത്ത 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ്. ആരുടെ ഒപ്പം നിൽക്കണം എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഒരു കുഞ്ഞ് അപ്പുറത്ത് നിൽക്കുമ്പോൾ കുഞ്ഞിനൊപ്പം എന്നത് തന്നെയാണ്. എങ്കിലും ഒരു വലിയ ആശയവ്യക്തത ഇല്ലാത്ത സാഹചര്യമുണ്ട് എന്നത് തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ എൽസി ഉമ്മൻ, എന്തുകൊണ്ടാണ് അങ്ങനെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കാതെ, ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ, ഇങ്ങനെ ഇല്ലാതാക്കി കളയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി എത്തിച്ചേർന്നിട്ടുണ്ടാവുക? നമുക്കറിയാവുന്നതാണ്, പോലീസിൻ്റെ ഭാഷ്യമനുസരിച്ച് ഈ കുട്ടി ഒരു അതിജീവിത എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു റേപ്പ് വിക്ടിം ആകാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ 23-ാമത്തെ വയസ്സിൽ അൺമാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി മറ്റൊരു സംസ്ഥാനത്ത് പഠിക്കാനായിട്ട് പോയിട്ട് എന്തോ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഹീനപ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ അബ്യൂസിനിരയായി ഒരു ഗർഭിണിയായ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ട്രോമ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നു. ശരിയാണ്, ആ കുട്ടി ഇന്നൊരു കൊലപാതകയാണ്, സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്നു കളഞ്ഞ ഒരു അമ്മയാണ്, എല്ലാവരും ആ തലത്തിലായിരിക്കും കാണുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ട് ഒരു അമ്മ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഈ ഫിലിസൈഡ് എന്ന് പറയുന്നത് സ്വന്തം അമ്മമാർ കുട്ടികളെ കൊന്നുകളയുന്ന ഒരു അവസ്ഥയ്ക്കാണ് അങ്ങനെ പറയുന്നത്. സാധാരണഗതിയിൽ 5 വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫിലിസൈഡ് ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അൺവാണ്ടഡ് പ്രഗ്നൻസി, അതായത് ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ഒരു ഗർഭധാരണം അതിലുണ്ടാകുന്ന ഒരു കുട്ടി. അതിപ്പോൾ റേപ്പ് വിക്ടിം ആകാം, അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപേ ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന വേണ്ടാതെ കടന്നു വരുന്ന ഒരു അതിഥി, അല്ലെങ്കിൽ വേണ്ടാതെ കടന്നു വരുന്ന ഒരു അംഗം, ജീവിതത്തിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗമായി തീരുന്ന അവസ്ഥയിൽ പലപ്പോഴും അമ്മമാരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് പ്രസവാനന്തരം വിഷാദം വന്നു കഴിയുമ്പോൾ ആത്മഹത്യാ പ്രവണതയുള്ള അമ്മമാർ കൊച്ചിനെ ജീവനോടെ നിലനിർത്തിയിട്ട് താൻ സ്വന്തം ജീവൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി മറ്റൊരാൾക്ക് ബാധ്യതയാകും എന്നുള്ള തോന്നലിൽ കുട്ടിയെ കൊന്നുകളഞ്ഞ് സ്വയം ജീവൻ എടുക്കുന്ന അമ്മമാർ. മൂന്നാമതെന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിത്വ വൈകല്യ പ്രശ്നങ്ങളുള്ള അമ്മമാർ തീർച്ചയായിട്ടും ഈ തരത്തിൽ കുഞ്ഞിനെ കൊന്നുകളയാനായിട്ട് ശ്രമിക്കാറുണ്ട്. നാലാമതെന്ന് പറയുന്നത് ഡിവോഴ്സ് നടക്കുമ്പോൾ കുട്ടിയുടെ കസ്റ്റോഡിയൻ ഓപ്പോസിറ്റ് പാർട്ട്ണർക്ക് ലഭിക്കുമ്പോൾ വാശി മൂത്ത്, വൈരാഗ്യം മൂത്ത്, എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയിൽ കുട്ടിയെ കൊന്നുകളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അഞ്ചാമതെന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടി ഉണ്ടായി ഒരുപക്ഷെ മാരേജ് കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിൽക്കെ തന്നെ ആകാം, ആ ബന്ധം ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധം തുടർന്നു പോകുമ്പോൾ കുട്ടി തനിക്കൊരു തടസ്സമാകുന്നു, തൻ്റെ പോക്കിന് ഒരു തടസ്സമാകുന്നു, തൻ്റെ ജീവിത രീതികൾക്ക് തടസ്സമാകുന്നു എന്ന് തോന്നി കുട്ടി വേണ്ടാതാകുന്നു. അത് ചിലപ്പോൾ 2, 3 വയസ്സല്ല 5, 6 വയസ്സുള്ള കുട്ടികളെ കൊന്നുകളയുന്ന അവസ്ഥ. ഇങ്ങനെ വ്യത്യസ്ത 5 തലത്തിലാണ് സാധാരണഗതിയിൽ ഈ ഫിലിസൈഡ് അഥവാ അമ്മമാർ സ്വന്തം കുട്ടികളെ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാരണം തന്നെ, അതായത് ഒരു റേപ്പ് വിക്ടിം ആകുമ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ടാത്ത ഒരു പ്രഗ്നൻസിയാണ്, വേണ്ടാത്ത ഒരു കുട്ടിയാണ്. അത് തന്നെയല്ല, ഇവിടെ നമ്മൾ ഏറ്റവും അധികം കൗതുകപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിവരം ആരും അറിഞ്ഞിട്ടില്ല. ആ കുട്ടി ഒരു നിയമപാലകരുടെ സഹായം തേടിയിട്ടില്ല, പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, മാതാപിതാക്കളുടെ സഹായം തേടിയിട്ടില്ല, സൗഹൃദ വലയങ്ങളിലൊന്നും അറിയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഇത് അവിടെ സ്വാഭാവികമായും നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. പോലീസ് പറയുന്നത് മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നു തന്നെയാണ്. ശ്രീ മായാകൃഷ്ണൻ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഒരു പെൺകുട്ടി, 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പഠിക്കാൻ പോയതിനു ശേഷം ഇങ്ങനെ ഒരു ബന്ധത്തിൽപ്പെടുന്നു, ഗർഭിണിയാകുന്നു, വീട്ടിൽ താമസിക്കുന്നു. അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം, പോലീസ് പറയുന്നത്. അതെങ്ങനെ പോസിബിൾ ആകുമെന്നൊരു ചിന്ത സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ അറിയാതെ പോകണമെങ്കിൽ എത്രത്തോളം ഡിറ്റാച്ച്ഡ് ആയിരിക്കും, എത്രത്തോളം അറിയാത്ത പരസ്പരം അറിയാത്ത, അല്ലെങ്കിൽ പരസ്പരം പ്രോപ്പറായ ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത ഒരു കുടുംബ സാഹചര്യം അവിടെ ഉണ്ടാകും. അതൊരു പക്ഷേ ഈ റിലേഷൻഷിപ്പിന്റെ പേരിലായിരിക്കുമോ? അങ്ങനെ പല കാര്യങ്ങളിലുണ്ടാകുന്ന സമ്മർദ്ദം ഈ പെൺകുട്ടിയെ ബാധിച്ചിട്ടുണ്ടാകും എന്നതിന് മറ്റൊരു ഉദാഹരണം ആവശ്യമുണ്ടോ? ഇത് നമുക്ക് ആദ്യം മുതലേ തന്നെ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നു. ഇപ്പോ പോലീസിന്റെ വേർഷൻ എന്ന് പറയുന്നത് അത് ഒരു സർവൈവർ ആണ് ഈ പെൺകുട്ടി എന്നുള്ളതാണ്. അപ്പോ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും നാള് ആ കുട്ടി കടന്നു പോന്നിട്ടുള്ള ഒരു ട്രോമയാണ് സത്യത്തിൽ ഞാൻ ആദ്യം ആലോചിച്ചത്. കാര്യം ഇത്തരം ഇപ്പൊ നമ്മൾ കുഞ്ഞിന്റെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിലൊരു സംഭവം തനിക്ക് നേരെ ഉണ്ടാകുമ്പോൾ അതിന് ഒരു പ്രോപ്പർ നിയമം അത്ര കണ്ട് വികസിച്ചിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ. റേപ്പിനെ സംബന്ധിച്ചിട്ടുള്ളത് നമ്മൾ എത്ര ഒരു അതിജീവിതയ്ക്കൊപ്പം എങ്ങനെ നിലകൊള്ളണം എന്ന് വളരെ കൃത്യമായിട്ട് നിയമം അത്ര സ്ട്രോങ് ആയി നിലകൊള്ളുന്ന ഒരു നാട്. ആ നാട്ടിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്, MBA പഠിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ നിയമം തനിക്ക് നൽകുന്ന ശക്തി മനസ്സിലാക്കാനായിട്ട് അത്തരത്തിലെ ആ ഒരു മനസ്സിലാക്കലിന്റെ അന്നും അപ്പുറം ട്രോമ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ആരോടെങ്കിലും പറയുക, ഇതൊരു തനിക്ക് നേരെ ഒരു ക്രൈം ഇപ്പോ സർവൈവർ എന്ന നിലയിൽ തന്നെ പോലീസ് വളരെ കൃത്യമായി പറയുമ്പോൾ നമ്മൾ അതിലെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് തന്നെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു അനീതി തനിക്ക് നേരെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഫോറത്തിൽ പോയി പരാതിപ്പെടണമെന്നോ ഏതെങ്കിലും തരം സഹായം തനിക്ക് എടുക്കേണ്ടതുണ്ടെന്നോ ചിന്തിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോ അബോർഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ മാരീഡ് വുമൺ എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ നിലയിൽ നിന്നുകൊണ്ടിരുന്ന നിയമം ഇന്ന് ഈക്വൽ റൈറ്റ്സ് അൺമാരീഡ് വുമൺ ഉണ്ടെന്നും അതുപോലെ ഇത്തരം അതിജീവിതമാർക്ക് പ്രത്യേകമായിട്ട് തന്നെ പരിരക്ഷ കൊടുക്കുന്ന ഒരു MDP നിയമമുള്ള ഒരു നാട്ടിലെ അത്തരം കാര്യങ്ങളിലെ ഒന്നിലും എത്തിപ്പെടാൻ പറ്റാത്ത വിധം ആ കുട്ടി ഒറ്റപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ പോലും അത് പറയാൻ പറ്റാത്ത വിധം
അവളെ ട്രോമ കീഴടക്കിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആദ്യം നമ്മൾ അവളോട് കൂടി മാപ്പ് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം നിയമം ഇത്ര കണ്ട് മുന്നോട്ട് പോകുമ്പോഴും, മെഡിക്കൽ അടക്കമുള്ള നിയമങ്ങൾ ഇത്ര കണ്ട് മുന്നോട്ട് പോകുമ്പോഴും വേണ്ട നിയമം വേണ്ട തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുവാൻ മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോഴും ആ കുട്ടിയെ സംബന്ധിച്ച് 23 വയസ്സെന്ന് പറയുന്നത് വലിയ ഒരു പ്രായമൊന്നുമല്ല. ആ സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് ഇത് മുഴുവൻ നേരിട്ടു. ഇത് നേരിട്ടതിന് ശേഷവും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, ഇപ്പൊ പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും കൃത്യമായ മെഡിക്കൽ കെയർ ഒക്കെ എടുക്കുകയും ചെയ്യുന്ന നാടാണ് ഇത്. അത് ചിലപ്പോൾ ഫാമിലിയുടെ അടക്കം സപ്പോർട്ടുള്ള ആളുകളുടെ കാര്യത്തിലാണ്. പക്ഷെ ഇത് ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ ഇത് നേരിട്ടു എന്നും ഈ ഒരു അവസ്ഥയിൽ എത്തി എന്നും പറയുന്നത് അതിനെ കൂടി ചേർത്തല്ലാതെ നമുക്കിത് കുറ്റവും ശിക്ഷയും എന്ന തരത്തിൽ മാത്രമായിട്ട് കാണരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നുന്ന ഒരു അഭിപ്രായം. ശരി, അഡ്വക്കേറ്റ് കൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. അഞ്ജന ടീച്ചർ, ഇന്ന് രാവിലെ 8:15 കൂടിയാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ ബോക്സിൽ പൊതിഞ്ഞ രീതിയിൽ കണ്ടെത്തുന്നത്. കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുകൾ താമസിക്കുന്ന ഒരു മേഖല, സാമ്പത്തികമായി വലിയ നല്ല നിലയിൽ താമസിക്കുന്ന ആളുകളുള്ള ഇടം. എത്ര പെട്ടെന്നാണ് ഇങ്ങനൊരു വാർത്ത കേരളം മുഴുവൻ അറിഞ്ഞത്? ആ ഒരു മേഖലയെ, നിങ്ങളെയൊക്കെ അത് എങ്ങനെയാണ് ബാധിച്ചത്? അവിടെ നിന്ന് വളരെ പ്രാദേശികമായി നൽകാൻ കഴിയുന്ന നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഇത് രാവിലെ നമ്മളിത് വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ വളരെ ഞെട്ടലോട് കൂടിയാണ് നാം ഈ വിവരം കേൾക്കുന്നത്. കാരണം പനമ്പള്ളി നഗർ പോലെയുള്ളൊരു ഭാഗത്ത് വളരെയധികം വിദ്യാസമ്പന്നരായ വ്യക്തികൾ താമസിക്കുന്ന ഒരിടമാണ്. അതേപോലെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലും വളരെയധികം ഉയർന്ന നിലയിൽ ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തികളുള്ളൊരു ഫ്ലാറ്റും കൂടിയാണ്. അത്തരത്തിലൊരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ഞെട്ടലാണ് ഉണ്ടായത്. പിന്നീടാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാരണങ്ങളിലേക്ക് അന്വേഷിച്ചു പോവുകയും ഈ കുട്ടിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഇവിടെ മുൻപ് നമ്മളോട് സംസാരിച്ചതുപോലെ അഭിഭാഷക പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആ കുട്ടിക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഒരു പക്ഷേ ആ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ തൻ്റെ വികാരങ്ങൾ, അല്ലെങ്കിൽ തനിക്കൊരു സംഭവം ഉണ്ടായി, ഒരു പീഡനത്തിന് താൻ ഇരയായി എന്നുള്ളത് തുറന്നു പറയാനുള്ളൊരു ഒരവസ്ഥ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ വീട്ടിൽ. കാരണം സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് മാതാവിനോടായിരിക്കും. അപ്പോൾ സ്വന്തം അമ്മയോട് പോലും ഇതൊന്ന് തുറന്നു പറയാൻ പോലും ആ കുട്ടിക്ക് സാധിക്കാതിരുന്നതാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കാരണമായി തീർന്നതെന്ന് തന്നെയാണ് ആദ്യം എനിക്ക് തോന്നുന്നത്. ഈ വിവരം ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ മൃതദേഹം അങ്ങനെ ബോക്സിൽ അവിടെ കണ്ടെത്തുന്നു, തുടർന്നുണ്ടാകുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? പോലീസിനെ അറിയിക്കുന്നു, അവർ വരുന്നു. അപ്പോഴും ആ ഫ്ലാറ്റിൽ സ്ഥിരതാമസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്നൊരു വിചാരമെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം തന്നെ ഈ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നമ്മൾ ആദ്യം തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നമ്മൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ എത്തുകയും ഫ്ലാറ്റിൽ നിന്നുമാണ് ഇത് വീഴുന്നത് എന്നുള്ളത് ഒരു CCTV ദൃശ്യത്തിൽ നിന്നും മനസ്സിലാക്കിയ പ്രകാരം ഫ്ലാറ്റിൽ കയറി പരിശോധിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആമസോണിൻ്റെ കവറിൽ നിന്നുമുള്ള അഡ്രസ്സ് പ്രകാരം പോലീസ് അന്വേഷണത്തിലേക്ക്. പക്ഷേ ആ നിമിഷം പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആ ഫ്ലാറ്റിൽ സ്ഥിരതാമസക്കാരായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇങ്ങനൊരു കാര്യമുണ്ടായത് എന്നുള്ളത് ഒരിക്കലും സമീപവാസികളായോ അല്ലെങ്കിൽ കൗൺസിലറായോ ഞാനോ ഫ്ലാറ്റിലെ അസോസിയേഷൻ ഭാരവാഹികളോ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴും നമ്മൾ എല്ലാവരോടും അന്വേഷിക്കുമ്പോഴും അവിടെ ഒരു ഗർഭിണി ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു നാം നിന്നിരുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു കുട്ടിക്ക് അതിൻ്റെ വീട്ടിൽ പോലും ആ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റാതിരുന്നൊരവസ്ഥയിലാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, ശ്രീ സക്രിയ ജോർജ്, 2 തരം ക്രൈമുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഒരു നാടിനപ്പാടെ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഒരു കുഞ്ഞു ജീവന് ഒരു മറുപടിയുമില്ല എന്നുള്ളത്. നിയമം ഒരു പക്ഷേ പരിരക്ഷ നൽകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പ്രോപ്പറായ കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു പരാതി എന്ന രീതിയിൽ സമൂഹത്തിലേക്ക് ഇത് വന്നിരുന്നെങ്കിൽ, അതിനും പല തലങ്ങളുണ്ട്. ഇത്തരത്തിൽ
എന്തെങ്കിലും തരത്തിൽ പീഡനത്തിനിരയാകുന്ന കുട്ടികൾ നിയമത്തിന്റെ സഹായം തേടുകയാണെങ്കിൽ പിന്നീട് അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നിരന്തരം നമ്മൾ. എവിടെയാണ് കൃത്യമായൊരു ഇടപെടലില്ലാതെ പോയത്? സത്യത്തിൽ ഈ ഇൻസിഡൻറ്റ് വളരെ ദുഃഖകരമാണ്. ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരു പ്രോപ്പർ സോഷ്യൽ അഡ്രസ്സിങ് ഇല്ല. കാരണം ഇങ്ങനെയുള്ള ഇഷ്യൂ കൊണ്ട് നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടായി മാറുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു വിരാമമിടാനുള്ള ഒരു നടപടിക്രമം നമ്മുടെ ഭരണകർത്താക്കളുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ഇഷ്യൂ ലീഗലാണോ, അല്ലെങ്കിൽ മോറലാണോ, അല്ലെങ്കിൽ സോഷ്യലാണോ, കൾച്ചറലാണോ, ഇമോഷണലാണോ, അതോ ഇതെല്ലാം കൂടെ ചേർന്നതാണോ എന്നൊക്കെ ഇപ്പം ചർച്ച വരുമ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യും. ഞാൻ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഇത് ഉണ്ടാകുന്ന 2-3 പേരുടെ ഭാഗത്തു നിന്നാണ്. കമ്മ്യൂണിറ്റി പോലീസിങ് വന്നതിന് ശേഷം ഈ കമ്മ്യൂണിറ്റിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് കാര്യക്ഷമമായി ഒന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തേത് ഇവിടുത്തെ വനിതാ കമ്മീഷൻ, അവരും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. മൂന്നാമത്തേത് ഇപ്പം പറഞ്ഞു, നമ്മളിപ്പം തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കണ്ടു, ചൈൽഡ് റൈറ്റ് കമ്മീഷൻ എടുത്തെന്ന്. ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല. സത്യത്തിൽ സ്കൂൾസ് ആൻഡ് കോളേജസിൽ നേരത്തെ പിന്നെ LC മാമിൻ്റെ കൂടെയൊക്കെ ഞാനിരുന്ന് ചർച്ച ചെയ്തപ്പോൾ മാമും ഇതുപോലെ കൺസേൺ ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് വേണമെന്ന്. പക്ഷേ അറിഞ്ഞുകൊണ്ട് കാതടച്ചിരിക്കുന്ന ഭരണകർത്താക്കളുടെ കാത് തുറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് അവരവരിയ്ക്കുന്ന കസേരയുടെ ഉത്തരവാദിത്വവും മഹത്വവും മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ പെരുമാറാതെ, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പെരുമാറാതെ, വനിതാ കമ്മീഷൻ അംഗങ്ങൾ പെരുമാറാതെ, ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറായിരുന്നു, എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ, ഇവരൊക്കെ ഉണരണം. ഇവർ വാങ്ങിക്കുന്ന ശമ്പളം ഇവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ ഇതാണ്. ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ കുറ്റങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ലൈഫ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും പറയാം. കാര്യം ഇതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് ഒക്കെ അവരും പറഞ്ഞു കൊടുത്ത് പിന്നെ മുമ്പോട്ട് വരണം. കാര്യം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഇവരെല്ലാവരും തിന്നു കൊഴുത്ത് നടക്കുന്നത്. പക്ഷേ ഇവർ തിരിച്ച് സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും എന്തു പറയുന്നു, ഉയർന്ന ശമ്പളം വേണം, നല്ല കാറ് വേണം, നല്ല കസേര വേണം, പിന്നെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കിട്ടണം. പക്ഷേ അവർ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സോഷ്യലായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരണം. ആ സിസ്റ്റം ഉണ്ടെങ്കിൽ അക്കൗണ്ടബിൾ ആവുകയുള്ളൂ. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഉണ്ടാക്കി, അവിടെ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റിയാണ് വേണ്ടുന്നത്. ഇവിടെ ആർക്ക് അക്കൗണ്ടബിളാണ്? ഇങ്ങനെ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തി പോകുന്നതല്ലാതെ എല്ലാ ഫ്ലാറ്റിലും റെസിഡൻസ് അസോസിയേഷനുമായിട്ടൊക്കെ ചേർന്നിട്ട് പോലീസിൻ്റെ ഇൻ്റലിജൻസ്, വിസിബിൾ പോലീസിങ് പറഞ്ഞിട്ടുണ്ട്, ഇൻ്റലിജൻസ് കളക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പോലീസിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല. പോലീസ് സമൂഹത്തിലെ ഏറ്റവും നല്ലവരായിരിക്കണം. ഒരു സേയിങ് ഉണ്ട്, ഓൾ മെൻ ആർ നോട്ട് ഈക്വൽ, ദ ബെസ്റ്റ് ബിക്കം ദ പോലീസ്. അത് തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. മുമ്പോട്ട് ആ രീതിയിൽ പോലീസ് വന്ന് എല്ലാ പ്രശ്നങ്ങൾക്കകത്തും പോലീസ് ഫോഴ്സ് ചെയ്യണം. ഞാൻ പറയാറുണ്ട്, 5 സെൻസസ് ഓഫ് എ കോമൺ മാൻ ആൻഡ് ദ 6th സെൻസ് ഓഫ് എ പോലീസ് മാൻ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പോലീസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻസിഡൻസിനെ പറ്റി ഒന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കൗൺസിൽ ചെയ്യാനും, അവരെ ഇപ്പം എനിക്കറിയാം LC മാമിൻ്റെ അടുത്തൊക്കെ പോയാൽ ഇത്തരത്തിലുള്ള കേസ് കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് തന്നെ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ഒരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി പ്ലേ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന എന്താണ്? നമ്മുടെ സമൂഹത്തിനോട് നീതി പുലർത്തി ഇന്നൊരു വ്യവസ്ഥിതിയെപ്പറ്റി സ്വപ്നം കാണണം. നമ്മൾ ഡൽഹിയിൽ കാണുന്ന തന്തൂരി അടുപ്പിലാണ് ചുട്ടുകൊല്ലുന്നത്. പിന്നെ ഇഷ്ടം പോലെ നിർഭയ എല്ലാ ദിവസവും. ഞാനൊരിക്കൽ പിന്നെ ഫിക്കിയുടെ ഒരു കോൺഫറൻസിന് പോയപ്പം അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ കണ്ടാണ് ഡൽഹി ദ ക്യാപിറ്റൽ ഓഫ് റേപ്പ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഞങ്ങളുടെ IPSൻ്റെ ഇൻഡക്ഷൻ കോഴ്സിന് വന്നപ്പോൾ ഞാൻ നാഷണൽ പോലീസ് അക്കാഡമി വെച്ച് ചെയ്തപ്പോൾ അവർ കയറി പ്രശ്നം ഉണ്ടാക്കി. ഡൽഹിയിലുള്ള ഓഫീസേഴ്സ് അവർ പറയുന്ന ജിഷായും സൗമ്യ ഇതെല്ലാം കേരളത്തിൽ നടക്കുമല്ലയോ. അപ്പം ഡൽഹിയിൽ നിന്ന് ഈ റേപ്പിൻ്റെ ക്യാപിറ്റൽ പിന്നെ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നാണ് അവർ പറയുന്നത്.
അപ്പം നമ്മൾ കേരളമാണെങ്കിലും പിന്നെ ഡൽഹി ആണെങ്കിലും എവിടെ ആണെങ്കിലും ഏറെയായി മനുഷ്യരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരാനും പറ്റുന്ന ഒരു അവസരം നമുക്കുണ്ടാകണം. ഈ ഫ്രീ ഐഡൻറ്റിറ്റി വേണോ അനക്സ്ഡ് ഐഡൻറ്റിറ്റി വേണോ? യാദൃശ്യമായിട്ട് ഇങ്ങനെ ഉണ്ടായ ഭർത്താവ് വേണ്ടെന്ന് വെക്കണം, എന്നിട്ട് കുഞ്ഞിനെ വളർത്തി ധൈര്യമായിട്ട് വരണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നല്ല മനുഷ്യരുണ്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും, അവർക്കൊരു ജോലിയൊക്കെ കൊടുക്കും, അവർക്ക് അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിക്കാം. എത്രയോ അങ്ങനെയൊക്കെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയുന്ന നിശ്ചയദാർഢ്യമുള്ള മനസ്സോടു കൂടിയാണോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വ്യക്തികൾ എന്ന നിലയിൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അത്തരം ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നത് മാത്രം. ഡോക്ടർ എൽസി ഉമ്മൻ, അതായത് ഡോക്ടർ എൽസി ഉമ്മൻ, ഈ കവറിലെ അഡ്രസ് അവനവൻ്റേതാണ്. ഒരു ക്രിമിനൽ മനസ്ഥിതിയോടുകൂടി അല്ല ഇത്തരമൊരു കൃത്യം നിർവഹിച്ചിട്ടുണ്ടാവുക എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. അവനവൻ്റെ അഡ്രസ്സ് അടക്കമുള്ള ഒരു കവറിൽ കിട്ടിയ എന്തിലോ ഒന്നിൽ ഈ പറയുന്ന അവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമയെ അനുഭവിക്കേണ്ടി വന്ന ട്രോമയുടെ ബാക്കി പത്രമെന്ന് ആ ഘട്ടത്തിൽ വിചാരിക്കുന്ന ഒരു കുഞ്ഞ്, അതിനെ ഒഴിവാക്കാനുള്ള ശ്രമം, ഒരുപക്ഷെ പേടി, ഭയപ്പാട്, എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാത്ത മാനസികാവസ്ഥ, ഇങ്ങനെ പലതും. ഡോക്ടർ എൽസി ഉമ്മൻ, നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. പ്രസവ വേദന എത്രത്തോളം വലുതാണ് എന്നതറിയാവുന്നതാണ്. ഒരു നിലവിളി പോലുമില്ലാതെ അച്ഛനും അമ്മയും അറിയാതെ ഇതൊക്കെ താങ്ങാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് ഭയമല്ലാതെ മറ്റെന്തിനാണ് ഒരു പെൺകുട്ടി എത്തിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഞാൻ തുടക്കമേ അത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഇത്രയും മാസങ്ങൾ ആ കുട്ടി ഒറ്റയ്ക്ക് ഈ ഒരു വലിയ ഭാരം വഹിച്ചു കൊണ്ടുപോയല്ലോ എന്നുള്ളത് സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ശരിയാണ്, അത് ചെയ്തതൊരു ക്രൈം തന്നെയാണ്. എന്നിരുന്നാലും അതിനെ എത്തപ്പെടാൻ ഉണ്ടാക്കിയ സാഹചര്യം വേണം നമ്മൾ ശരിക്കും പറഞ്ഞ് ചർച്ച ചെയ്യാനായിട്ട്. ആ കുട്ടി ഒരു പക്ഷേ പേരൻസിനോടും പോലും പറയാതെ ഇതെങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്ത് കളയാം എന്നുള്ള നിലയിലായിരിക്കാം കണ്ണിൽ കണ്ട ഒരു കവറെടുത്ത് അങ്ങ് ചെയ്തു പോയതാകാം. കാരണം പേരൻസ് അറിഞ്ഞാൽ ഇനി അവർക്ക് ഞാൻ കാരണം മാനഹാനി ഉണ്ടാകരുതല്ലോ. പലപ്പോഴും പെൺകുട്ടികൾ വന്ന് പറയുന്നതാണ്, എൻ്റെ അടുത്ത് വരുമ്പോഴും ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ എന്തുകൊണ്ട് പേരൻസിനോട് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ പേരൻസിന് ഇത് താങ്ങാൻ പറ്റത്തില്ല, എൻ്റെ അച്ഛന് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ള ആളാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമുള്ള ആളാണ്, അവർക്കത് ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഞാൻ അവരെയും കൂടെ സങ്കടത്തിലാഴ്ത്തും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഏതെങ്കിലും കടുങ്കൈ ചെയ്ത് കളയും എന്നുള്ള ഭയം കൊണ്ട് പേരൻസിനോട് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനേകം പെൺകുട്ടികളുണ്ട്. അപ്പം അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ പോയ ഒരു കുട്ടി, അല്ലെങ്കിൽ മോശമെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും കാഠിന്യമേറിയ ഒരു അബ്യൂസിലൂടെ പോകുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും പേരൻസിനോട് തുറന്നു പറയാൻ വിസമ്മതിച്ചത് തന്നെ ഒരു പക്ഷേ അവരിൽ ഞാൻ കാരണം അവർക്കൊരു മാനഹാനി ഉണ്ടാകണ്ട, അവർ സമൂഹത്തെ തലയുയർത്തി നടന്നു പോകുന്ന മനുഷ്യരാണ്, ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്നുള്ളതായിരിക്കാം. പക്ഷേ അവിടെ ഒരു അപക്വമായ ചില ചിന്തകൾ വന്നുപോയി. കാരണം എന്തെന്ന് വെച്ചാൽ ഇതെന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പിന്നീട് അത് പോലീസ് അന്വേഷിക്കും, അല്ലെങ്കിൽ ഇത് പുറത്തു വരും എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ ആ ഒരു മനോനില ആ കുട്ടിക്ക് നിർഭാഗ്യവശാൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ആ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ, എത്ര മാസം മുമ്പാണെന്ന് നമുക്കറിയത്തില്ല, ആ ഒരു ട്രോമ വന്നപ്പോൾ തന്നെ ഇത് സഹായം തേടുകയായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പ്രഗ്നൻസി തന്നെ ഇല്ലാതാക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഇപ്പോൾ ഒട്ടനവധിയുണ്ട്. കാരണം ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു റേപ്പിന് ഇരയാകുകയോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടമല്ലാതെ ഉള്ള രീതി ലൈംഗിക അതിക്രമത്തിനൊക്കെ ഇരയാകുമ്പോൾ ചെയ്യുമ്പോൾ പ്രഗ്നൻസി നമ്മൾ മുന്നേ കാണുന്ന ഒരു അടുത്ത് കാണാൻ നമ്മൾ ഫോർസി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് തീർച്ചയായിട്ടും അത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി വരെ എടുത്ത് സഹായിക്കാറുണ്ട്. അത്രമാത്രം ശാസ്ത്രവും വളർന്നിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെയും അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്, അഥവാ പ്രഗ്നൻ്റ് ആയാലും മാഡം സൂചിപ്പിച്ചതുപോലെ നമുക്ക് MDPയുടെ ആക്ട് ഒക്കെയും അത് റിവൈസ് ചെയ്ത് വന്നു. ഒട്ടനേക രീതിയിൽ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് പോകുന്നത്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെയായി. തിരിച്ചും വന്നു കഴിഞ്ഞ് പേരൻസിനോട് തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ ഈ ഒരു ക്രൈം തന്നെ ഇല്ലാതാക്കി ആ കുട്ടിയെ റീഹാബിലിറ്റേറ്റ് ചെയ്ത്, ജോർജ് സാറ് പറഞ്ഞതുപോലെ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് സമൂഹത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതിന് നല്ലൊരു ജീവിതം ഉറപ്പാക്കാനുള്ള ഒട്ടനവധി സാഹചര്യങ്ങളും സ്റ്റെപ്സും അത് ഉപയോഗപ്രദമാക്കാതെ പോയി എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഏറ്റവും ഖേദിക്കേണ്ട ഒരു സംഗതി. ഇത് പല തട്ടിൽ ഇതിനെ ഇന്റർവെൻഷനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെയായി. ഒരുപക്ഷെ അതിൻ്റെ അമിതമായിട്ടുള്ള ഭയമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വിചാരിച്ച് കാണും ഇതെങ്ങനെയെങ്കിലും, കാരണം 23 വയസ്സെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അറിവോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ജ്ഞാനമോ ഒന്നും ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാകാം ഇത് തന്നെ അങ്ങ് വയറ്റിൽ കിടന്നങ്ങ് പോകുമായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് ആ കുട്ടി അങ്ങനെ അങ്ങ് ജീവൻ പോകുമായിരിക്കാം. അങ്ങനെയൊക്കെ ബാലിശമായി ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം. കുട്ടി അങ്ങനെ സാധാരണ രീതിയിൽ തന്നെ മരണപ്പെട്ടിട്ട് പോകും എന്നൊക്കെ ഒരു പക്ഷേ ഭയത്തിൻ്റെ
ഉള്ളിൽ അത് ചിന്തിച്ചിട്ടുണ്ടാകാം. ആരും അറിയാതെ ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനായിരിക്കാം ഒരു പക്ഷേ ആ പെൺകുട്ടി വെമ്പൽ കൊണ്ടതും അതിനായിരിക്കാം ഇത്രയൊക്കെ ചെയ്തതും. തീർച്ചയായിട്ടും ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയെല്ലാം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ. കാരണം അതുകൊണ്ടാണ് അത് ഇത്രയും മറ്റുള്ളവർക്ക് എവിഡൻസ് കൊടുക്കത്തക്ക രീതിയിൽ തന്നെ അതൊരു കുഴിയിലേക്ക് തന്നെത്താനെ എടുത്ത് ചാടുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് പോസ്റ്റ് കണ്ടല്ലോ, അമ്മ ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നുള്ള നിലയിലാണ് സമൂഹം അതിനെ കാണുന്നത്. പക്ഷെ എന്തുകൊണ്ട് അമ്മ അങ്ങനെ ഒരു ക്രൈം ചെയ്തു എന്നുള്ള നിലയിൽ അതിനെ ആരും കാണുന്നില്ല. അപ്പം മാതൃത്വം ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്മത്തൊട്ടിലുണ്ട്, പല പല സജഷൻസ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ എത്ര പേർ നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എത്ര പേർ ഒരു സ്റ്റിഗ്മ ഇല്ലാതെ അത്തരം സാഹചര്യത്തിലൂടെ പോയ ഒരു പെൺകുട്ടിയെ അംഗീകരിക്കും? പലപ്പോഴും ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിജീവിത എന്നുള്ള ഒരു ലേബലുള്ളവർ, അത് തന്നെ ഇപ്പോൾ ഒരു സ്റ്റിഗ്മയായി മാറിയിരിക്കുകയാണ്. ഈ ലേബൽ തന്നെ മറ്റു പേര് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരെ സമൂഹം അവരുടെ ഏതാണ്ട് ഒരു കുഴപ്പം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അവരുടെ ഏതാണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ട്, അവരുടെ വ്യക്തിത്വത്തിൽ സംഭവിച്ച എന്തോ പിഴവ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള തലത്തിലാണ് കാണുന്നത്. പിന്നീട് ആ ഒരു കണ്ണോട് കൂടിയേ നമ്മൾ കാണുകയുള്ളൂ എന്നതും പ്രധാനമാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ചെറുപ്പകാലത്ത് സൂര്യനെല്ലി കേസ് നടന്നതിന് ശേഷം വർഷങ്ങൾക്കു ശേഷം ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ്. ഒരു ട്രാൻസ്ഫർ എനിക്ക് തോന്നുന്നു, അങ്ങനെയാണ്, എൻ്റെ ചെറിയ ഓർമ്മയാണ്. ഈ പെൺകുട്ടി അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിയാണ് അവിടേക്ക് വരുന്നത് എന്ന വിവരം കൃത്യമായി ഇനി ജോലി ചെയ്യേണ്ട ഇടത്ത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ നമ്മൾ ക്രൂരമായിട്ടാണ് അതിജീവിതകൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ആളുകളോട് പെരുമാറുന്നത്. കാലാകാലങ്ങളായത് നമ്മളുടെ ഒരു വലിയ പുഴുക്കുത്താണ് മനസ്സിൽ. മറ്റൊന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് നമ്മളെ പറ്റി. അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, നമ്മൾ ഒരു പുരോഗമിച്ച സമൂഹം എന്ന നിലയിൽ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഈ ക്രൈമിലേക്ക് അകപ്പെടാതെ മറ്റൊരു രീതിയിൽ ആരോഗ്യകരമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ടതുമാണ്. പക്ഷേ അതേസമയം തന്നെ ഗർഭസ്ഥ ശിശുക്കളുടെ നിയമപരമായ അവകാശങ്ങളെപ്പറ്റി വലിയ തോതിൽ ചർച്ച ചെയ്യുന്നവരുമാണ് നമ്മൾ. ആ കുഞ്ഞ്, അതിൻ്റെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ, ഒരുപക്ഷെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയാണോ എന്നത് പോലും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും അനുഭവിക്കേണ്ടി വന്ന ശാരീരികമായ ക്രൂരത, ഇതിനൊക്കെ ഒരു പരിഹാരവും ഇനി കാണാനില്ല എന്നതിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യും? തീർച്ചയായും അത് ഒഫൻസ് തന്നെയാണ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം. അത് ഇപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അത് മരണപ്പെട്ടിട്ടുള്ള രീതി പറയുന്നത് വെച്ച് നോക്കിയാൽ അത് കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ്. അത് കൊലപാതകത്തിന് കിട്ടുന്ന ശിക്ഷ ആ കുട്ടിയെ സംബന്ധിച്ച്. പക്ഷേ അവരുടെ മാനസികാവസ്ഥ, അത്തരം കാര്യങ്ങളെല്ലാം കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിയമം കണക്കിലെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് ഒരു കൊലപാതക കേസിന് എന്താണോ ശിക്ഷ എന്നുള്ളത് തന്നെയായിരിക്കും തീർച്ചയായും ഈ കേസിൽ. നമുക്കത് മറിച്ച് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറയുകയും ഇനിയും നാളെ ഇത്തരത്തിൽ ഒരു കുട്ടി കൂടി ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും അത്തരത്തിലൊരു ജാഗ്രത പുലർത്തുന്ന സമൂഹം എന്ന നിലയിൽ ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒന്ന്, അത് നിയമം ഒപ്പം നിൽക്കുന്നുണ്ട് എന്നത് ഈ കുട്ടികളെ തന്നെ, നേരത്തെ എൽസി മാം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാര്യം ഇത്തരം കാര്യങ്ങൾക്കകത്ത് സപ്പോർട്ടിങ് സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ കുട്ടികളെ സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് മാഡം പറഞ്ഞ ആശങ്ക തന്നെ ഞാൻ കണക്കിലെടുക്കുന്നു. കാര്യം അത്തരം അത് മെഡിക്കലുമായി ബന്ധപ്പെട്ട അറിവില്ലായ്മയാണ്. തീർച്ചയായും നിയമവുമായി ബന്ധപ്പെട്ടും നമ്മൾ സ്കൂളുകൾ തൊട്ട്, ഇപ്പൊ നമ്മൾ LLBക്ക് ചെല്ലുമ്പോൾ നമ്മൾ നിയമം പഠിക്കുന്നതിന് മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ആകെ ഈ നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോർഷൻ പഠിക്കുന്നത്. പക്ഷെ നിയമം ഇത്തരം കാര്യങ്ങൾക്കകത്ത് അത് നിയമം ഒഫൻസിനെ മാത്രം പറയുകയല്ല, നമ്മൾക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ പകരുന്ന ശക്തി, അത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കരമായി പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് നിയമം കുറേയും കൂടി ഫെമിനിസ്റ്റിക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. അപ്പൊ അത്തരം നിയമം നൽകുന്ന ശക്തിയും ഇപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് സർവൈവർ ആയിട്ടുള്ള ഒരു കുട്ടി, അവൾക്ക് നേരെ സംഭവിച്ചതാണ് ആദ്യത്തെ ക്രൈം.
ആ ക്രൈമിന് കൃത്യമായിട്ട് ഇവിടെ നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ആ നിയമത്തിന്റെ മുമ്പിലേക്ക് പോകേണ്ടതുണ്ടെന്നുള്ളതും, ഇപ്പൊ ബിൽക്കിസ് ബാനു പറഞ്ഞ സെന്റൻസ് ആണ്, താനല്ല മുഖം മറച്ച് നിൽക്കേണ്ടത്, ഇത് ചെയ്ത ആളുകളാണ് മുഖം മറയ്ക്കേണ്ടത് എന്നത് പ്രാഥമികമായിട്ട് നമ്മൾ അടക്കം സ്ത്രീകൾക്ക് കൃത്യമായി അത്തരത്തിലുള്ള ധാരണ ആവർത്തിച്ച് പറയാം എന്നതിനപ്പുറത്ത് എത്രത്തോളം പ്രായോഗികമാക്കാൻ കഴിയുമെന്നുള്ളത്, പെൺകുട്ടികളുടെ മാനാഭിമാനമാണ് സമൂഹത്തിന്റെ മാനാഭിമാനം എന്ന് ധരിച്ചു വശായ ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ അതോടുകൂടി കുടുംബത്തിന്റെ മാനാഭിമാനം ഇല്ലാതെ പോയി എന്നത് കുഞ്ഞുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ധരിക്കുന്ന വസ്ത്രമാണ്, എനിക്ക് സംഭവിക്കുന്ന കാര്യമാണ്, എൻ്റെ വിവാഹമാണ്, എൻ്റെ പ്രണയങ്ങളാണ്, എൻ്റെ സൗഹൃദങ്ങളാണ് ഈ സമൂഹത്തെ അപ്പാടെ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വെക്കുന്ന നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? അതെ, ശരീരം എന്നതിനെ, സ്ത്രീയുടെ ശരീരം എന്നതിനെ ഭയങ്കരമായിട്ട് ഈ സൊസൈറ്റി എങ്ങനെ നിലകൊള്ളേണ്ടതിന്റെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുവാണ്. അതിന്റെ അകത്തുനിന്ന് പുറത്തു വരാനായിട്ട് നമ്മളെ കൊണ്ടും സാധിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടും സാധിക്കുന്നില്ല എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഇത് തനിക്ക് നേരെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നിയമം ഇപ്പൊ സുപ്രീം കോടതിയുടെ 2022 ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അൺമാരീഡ് എന്നുള്ള മാരീഡ് വുമണിന് എന്നുള്ള അതേ അവകാശം അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകൾക്കും ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് ചരിത്രമാണ്. കാരണം അത്രയും നാള് കുടുംബത്തിന്റെ അകത്ത് രണ്ടുപേര് ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് പ്രഗ്നൻസി എന്നതും, ആ പ്രഗ്നൻസി മാത്രം ലീഗലി പോയിട്ട് നിങ്ങൾക്ക് അബോർട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള സാഹചര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിയമം അതല്ല. ഇത്തരം സച്ച് ആൻഡ് സച്ച് സിറ്റുവേഷൻസ് ഉണ്ടാകാം, തനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നിയമമാണ് പറയുന്നത്. അപ്പൊ പോലും മെഡിക്കലി നമ്മൾ പിന്നീടും കേൾക്കുന്ന കാര്യങ്ങൾ, അത്തരം നിയമം ഉള്ളപ്പോൾ പോലും മെഡിക്കൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ വരൂ എന്ന് പറയുന്ന സിറ്റുവേഷനും കൂടിയുണ്ട്. അതായത് നിയമം മാറിയാലും മാനസികാവസ്ഥ മാറാത്ത ആളുകൾ കൂടിയുള്ള നാടാണ്, അത് മറ്റൊരു വിഷയം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾക്കകത്തും ഈ പറയുന്ന നിയമങ്ങളെ കുറിച്ച് തനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് റെമഡി എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യമാണ് എന്നൊക്കെ പറയുന്ന പഠനം, പഠിപ്പിക്കൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇത് നമ്മൾ എവിടെ നിന്നാണ് ആ കുട്ടിയെ സംബന്ധിച്ച് അത് ഉണ്ടാക്കുന്ന ധൈര്യം? ഇപ്പൊ വീടിന്റെ ഉള്ളിൽ പോലും ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം സാഹചര്യം 90% സ്ത്രീകൾക്കും ഉണ്ടാകണമെന്നില്ല. അതിപ്പോ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ, ഇനി മറിച്ച് ഹസ്ബൻഡും വൈഫുമായിട്ട് നിൽക്കുമ്പോഴും ഇത്തരം ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യം ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് എല്ലാവരും കൂടി, ഇപ്പൊ നമ്മൾ നേരത്തെ മാധു സൂചിപ്പിച്ച സൂര്യനെല്ലി കേസിൽ അടക്കമുള്ള നമ്മൾ സർവൈവേഴ്സിനൊപ്പം നിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ ഉള്ളപ്പോഴും, നിയമമുള്ളപ്പോഴും സൊസൈറ്റിയുടെ മാനസികാവസ്ഥ കൊണ്ട് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, നമ്മളിപ്പോ നിങ്ങളിത് കൊന്നു എന്ന് പറയുന്നു, ഇത് കൊല്ലാതെ മാറി നിൽക്കുമ്പോൾ ഇത് ഇത്തരം ഒരു കാര്യം സംഭവിച്ച് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ഓപ്പണായി പറയുന്ന സിറ്റുവേഷനിൽ എന്താണ് മാനസികാവസ്ഥ ഒരു സൊസൈറ്റി അവരോട് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോ അത് അത്തരത്തിൽ ചേർത്ത് വായിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത് അവരെ സംബന്ധിച്ചിട്ട്, അവർക്ക് മുൻപുള്ള ചരിത്രത്തെ സംബന്ധിച്ച് അവർ കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, ഇതായിരിക്കും സിറ്റുവേഷൻസ്, അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പാഠങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും. ഞാൻ വരാം അഡ്വക്കേറ്റ് മായകൃഷ്ണങ്കിലേക്ക്. ശരി, അഞ്ജന ടീച്ചർ, ഇപ്പൊ നേരത്തെ നമ്മുടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞു പോലീസിംഗ് വേണ്ടതുണ്ട്, ഈ പറയുന്ന ഫ്ലാറ്റുകളുടെ ഒക്കെ ആണെങ്കിലും അസോസിയേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് കൃത്യമായ സൂചനകൾ നമ്മുടെ സംവിധാനത്തിന് വേണം എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു അച്ഛനും അമ്മയും അറിയാത്ത കാര്യം എങ്ങനെയാണ് അസോസിയേഷനും പോലീസും ഒക്കെ അറിയുന്നത് എന്നതൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ കുഞ്ഞിനെ ഈ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് താഴേക്കിട്ടില്ലായിരുന്നു എങ്കിൽ അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിൽ രക്തക്കറ കണ്ടുപിടിച്ചൊക്കെയാണ് പിന്നീട് അതിന് തുമ്പുണ്ടായി വരുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എത്രയോ കേസുകൾ നമ്മൾ കേട്ടിരിക്കുന്നു, അല്ലാതെ വീടിനുള്ളിൽ തന്നെ ഇല്ലായ്മ ചെയ്തത് ആരും ഒരുപക്ഷെ അറിയാതെ പോകുമായിരുന്നു. എത്രത്തോളം വ്യക്തികളിലേക്ക് സമൂഹം എന്ന രീതിയിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുകയും പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യും? തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള കോർപ്പറേഷൻ സംവിധാനങ്ങളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും ഈ ഓരോ വ്യക്തികൾക്കും സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇന്ന് ഉണ്ടായ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് നാം ചിന്തിക്കേണ്ടത്, ആ കുട്ടിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ആ കുട്ടിയെ അതിജീവിച്ച് ഇത്രയും നാളും അത് വന്നിരുന്ന ആ ഒരു ട്രോമ സ്റ്റേജിൽ ആ കുട്ടിക്ക് ആരുടെയും സഹായം ലഭിക്കില്ല എന്നുള്ളൊരു തോന്നൽ സ്വയം ഉള്ളിലുണ്ടായത് കൊണ്ടാണ് ഇത് കടിച്ചമർത്തുകയും ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ആ കുഞ്ഞിനെ
കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് വന്ന് അതിനു പകരം ആ കുട്ടിക്ക് സ്വന്തം കുടുംബത്തിൽ ഒരു സഹായം അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ആദ്യം ആ കുടുംബത്തിൽ തന്നെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്കിതിലേക്ക് എത്തില്ലായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ നിയമ സംവിധാനം എത്രത്തോളം വളർന്നു എന്നുള്ളത് ഒരു 23 വയസ്സായ ആ കുട്ടിക്ക് ഒരുപക്ഷെ എല്ലാ രീതിയിലും അറിയാൻ സാധിച്ചില്ല എന്ന് വരാം. അത് നമ്മുടെ ഇന്നത്തെ യുവതലമുറയിലേക്ക് അവർക്കുള്ള നിയമ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, സഹായങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകൾ നേടുന്ന യുവതലമുറയ്ക്ക് ഒരു സഹായകരമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സക്രിയ ജോർജ്, ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കൗൺസിലിംഗ് സംവിധാനം നൽകുന്നുണ്ട് സർക്കാർ. പക്ഷെ അതൊക്കെ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്കില്ല. പക്ഷേ അധ്യാപകർക്ക് ഏറിയും കുറഞ്ഞും അത് സാധ്യമാണ്. ഇക്കാലത്ത് അത്രമേൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അധ്യാപകർക്കും കുട്ടികൾക്കും ഇടയിൽ ഉള്ളോ എന്നറിയില്ല. അതിപ്പോൾ ഇക്കാലത്ത് എന്ന് പറയുന്നത് പോലും ശരിയാണോ എന്നും അറിയില്ല. പണ്ട് കാലത്താണെങ്കിലും എപ്പോഴാണെങ്കിലും കുട്ടികളെ ഓരോരുത്തരെയും കൃത്യമായി കേന്ദ്രീകരിച്ച് അവരുടെ മാനസിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിരീക്ഷിച്ചൊക്കെ മുന്നോട്ട് പോകാൻ പര്യാപ്തമായ തോതിൽ അധ്യാപകരുണ്ടോ? അത്രമേൽ പര്യാപ്തരായ, അത്രമേൽ സമർപ്പണ ബോധമുള്ള അധ്യാപകരുണ്ടോ എന്നതൊക്കെ ചോദ്യങ്ങളാണ്. ഈ കുട്ടി ഗർഭിണിയായി 9 മാസവും പ്രസവം പോലും പുറത്തറിയാതിരുന്ന സ്ഥിതിക്ക് 9 മാസവും സമൂഹം വേണം എന്ന് നിഷ്കർഷിച്ച പലതരത്തിലുള്ള പരിചരണങ്ങളുണ്ടല്ലോ, സ്കാനിങ്, വൈദ്യസഹായം, ഇങ്ങനെ ഒന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം ഒരു സമൂഹം എന്ന നിലയിൽ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ക്രൂരത കൂടിയാണ്. ഇപ്പോൾ ഗർഭിണികളെ നമ്മൾ സാധാരണഗതിയിൽ കൂടുതൽ പരിചരണം ആവശ്യമുള്ള ആളുകളുടെ ഗണത്തിലാണ് പെടുന്നത്. അതവർ കല്യാണം കഴിച്ചവരാണോ, കല്യാണം കഴിക്കാത്തവരാണോ, അവരുടെ സാമൂഹ്യ അന്തരീക്ഷം എന്താണ്, അവരുടെ ഒരു സാൻമാർഗിക സാഹചര്യം എന്താണ്, ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയേയില്ല. ഗർഭിണിയാണ്, മറ്റൊരു ജീവനെ പേറുന്ന ഒരാളാണ്, അവർക്ക് സമൂഹം നൽകേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ ആരോടാണ് പറയുക? ആരാണ് ഇതൊക്കെ ഉറപ്പുവരുത്തുക? ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. കാരണം സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ കൺസെൻഷ്വൽ സെക്സ് ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റേപ്പ് ഒരു വശത്ത് ലീഗലായിട്ട് നിൽക്കുന്നു. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് ടൈം ഡിലേ വന്നു കഴിയുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. കാര്യം വിജയൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 7 months ഡിലേ ഈസ് ഫെയ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിലേ വരുമ്പോഴേ നമുക്ക് സെക്ഷൽ വയലൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷണ സമയത്ത് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ പോലീസ് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ പോലീസിനോടൊപ്പം നിന്ന് ഫോറൻസിക് എക്സ്പെർട്ടും പിന്നെ ശിവണ്ണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ പിന്നെ ലേഡി മജിസ്ട്രേറ്റും അതുപോലെ തന്നെ ലേഡി ഡോക്ടറും വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിൻസിയർ എഫേർട്ട് ഇതിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ ഏതാണ് റേപ്പ്, ഏതാണ് കൺസെൻഷ്വൽ സെക്സ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് ഡിലേയുടെ വന്നു കഴിയുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പം നമുക്ക് വേണ്ടുന്നത് സാമൂഹ്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഈ കുട്ടികളൊക്കെ അവരുടെ ശരീരം വേറൊരാൾക്ക് കീഴ്പ്പെടുത്താൻ കൊടുക്കാതെ അവരുടെ വ്യക്തിത്വം, ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ട ഒരു ഡിഗ്നിഫൈഡ് ലൈഫിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം. സ്കൂൾ കോളേജുകളിലൊക്കെ ചെയ്യുന്നത് കൗൺസിലിംഗ് ഓഫ് കോഴ്സ് ഉണ്ട്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ അത് കൂടുതൽ എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടും അന്നേരം ഉണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ ലൈഫിലോട്ട് ഈ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവർക്കൊരു ലൈഫുണ്ട്. ആ ലൈഫിനുള്ള പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ഇന്ന് സമൂഹത്തിന് വളരെയധികം ആവശ്യമാണ്. മൂല്യം വേണം. നമ്മുടെ സമൂഹത്തിൽ വളരെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡിനെക്കാട്ടിലും വലിയ വാല്യൂ സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും വലിയ ഇറോഷൻ ഉണ്ടായിട്ടുണ്ട്, അതായത് വാല്യൂ ഇറോഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കത്തക്കവണ്ണം വേണ്ടുന്ന രീതിയിലൊരു സ്ട്രക്ചറിങ് നമുക്ക് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ചർച്ചകൾക്കപ്പുറത്തായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാമൂഹ്യമായി മനുഷ്യ സ്നേഹമുള്ള ആന്ത്രോപോളജിസ്റ്റുകളുണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരണം.
അവർ വന്നിട്ട് ചെയ്യണം. കാര്യം എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേരെ എക്സാമിനേഷന് സക്സസ്ഫുൾ ആക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പക്ഷെ ബ്രില്യൻ്റ് ആണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കശ്മലിൻ്റെ മുമ്പിൽ ചെന്നാൽ അവൻ തീർച്ചയായിട്ടും അവരെ ഇരയാക്കും. ഇപ്പോൾ ഈ കേസിൽ തന്നെ പറയുന്നുണ്ട് റേപ്പിന് ചിലപ്പം പ്രോമിസ് കൊടുത്ത് സ്നേഹത്തിലൊക്കെ ആയിട്ടായിരിക്കും റേപ്പ് ചെയ്തത്. അപ്പം ചിലപ്പോൾ ആ സ്ത്രീക്ക് ആ സമയത്ത് റെസിസ്റ്റ് ചെയ്യാനും പറ്റാതിരുന്ന് കാണും. അപ്പോൾ ഇതൊരു വല്ലാത്ത ടച്ച് ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂവിനെ സമൂഹം ഒന്നാകെ കാണണം. അല്ലാതെ ആ പർട്ടിക്കുലർ ഫാമിലിയോ ആ ഇൻഡിവിജ്വലിൻ്റെ രീതിയിലോ അത് പോകാൻ പാടില്ല. പിന്നുണ്ടാകുന്നത് സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഈ സ്റ്റിഗ്മയാണ് ഇങ്ങനെ ചാക്കിനകത്തും അല്ലെങ്കിൽ ഈ ഇതുപോലെ എന്താണ് പറയുന്നത് ചെറിയ പാക്കിംഗ് കേസിനകത്തൊക്കെ എടുത്ത് കളയുന്നത്. പണ്ടൊക്കെ എറണാകുളത്ത് ഞാൻ അവിടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. അന്നൊക്കെ പരാതി പറയുന്നത് നമ്മൾ ചെറിയ കനാലിനകത്തോട്ടൊക്കെ വലിയ ഫ്ലാറ്റിൽ നിന്ന് വേസ്റ്റ് എടുത്ത് എറിയുന്നതാണ് പറയുന്നത്. ഇപ്പം വേസ്റ്റിന് പകരം കുഞ്ഞുങ്ങളെയാണ് എറിയുന്നത്. കുറച്ച് കഴിയുമ്പോൾ പ്രായമായ ഏജ്ഡ് പേരൻസ് ഉണ്ടെങ്കിൽ സീനിയർ സിറ്റിസൺസ് അവരെയും തല്ലിയെടുത്ത് ദൂരോട്ട് എടുത്ത് കളയും. പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ അടിയുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് ഭർത്താവിനെ തള്ളി താഴെ ഭാര്യ ഇടുക, ഭാര്യയെ തള്ളി ഇങ്ങനെ ഇടുക. ഇത് എങ്ങോട്ടാണ് പോക്കെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് ഇലക്ഷന് ക്യൂ നിൽക്കുക, വോട്ട് ചെയ്യുക, ആരെങ്കിലും അധികാരത്തിലിടുക. അവരധികാരത്തിലിരുന്നുകൊണ്ട് നമ്മുടെ മൊത്തം അധ്വാന ഭാരം കൊണ്ട് അവർ സുഖിച്ച് ജീവിച്ചു പോകുന്നു. അവർക്കാർക്കും ഇതൊന്നും ചിന്തിക്കാൻ നേരമില്ല, അവർക്കാർക്കും താല്പര്യമില്ല. ഞാൻ കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കറ്റിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയപ്പോൾ 2006 ഞങ്ങളൊരു 5 തുടങ്ങിയത്, 6 ഞങ്ങളത് ലോഞ്ച് ചെയ്തു. ഞാൻ എന്നിട്ട് അന്നത്തെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറി എടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ലെന്നാണ് പറഞ്ഞത്. കുടുംബ സുരക്ഷാ പദ്ധതി എന്നാണ് കാലിക്കറ്റിൽ അത് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. കൊടി വീശിയത് ആഭ്യന്തരമന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫിനും ആർക്കും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, ഇത് ആർക്കും വേണ്ട. മനുഷ്യൻ കൂടുതൽ സെൽഫ് സെൻറ്റേർഡായി അതിന്റെ പേരിൽ ചെലവ് ചെയ്യപ്പെട്ടു എന്ന് കുറച്ച് കണക്കെഴുതി വെക്കുക എന്നതിനപ്പുറത്ത് ഒരു ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം ഒരു ഘട്ടത്തിലും ഉണ്ടാകുന്നില്ല എന്നത് നമുക്ക് ഏറെക്കുറെയൊക്കെ അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടർ എൽസിയുമിന് ആ കാര്യത്തിൽ അങ്ങനെ ശ്രീ മധു പറയല്ലേ? ഇല്ല, അങ്ങനെ പറയല്ലേ. ഞങ്ങൾ ബാങ്കുകാരുടെ നിന്നും എനിക്കൊരു മിനിറ്റ് തരണം. ബാങ്കുകാരുടെ നിന്നും ഒക്കെ അവിടെ CSR ഫണ്ട് വെച്ചാണ് ചെയ്തത്. അല്ല, ഞാൻ ഉദ്ദേശിച്ച ആ പ്രോജക്റ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. സർക്കാർ തലത്തിലൊക്കെ ഇത്തരത്തിൽ പല കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അൺവെഡ് മദേഴ്സിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അങ്ങനെ പലതും സാമൂഹ്യക്ഷേമം ഒരു വകുപ്പുണ്ടല്ലോ നമുക്ക്. അപ്പോൾ പല പ്രോജക്ട്സ് അവിടെ നടപ്പിലാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നടപ്പിലാകുന്നത് വെള്ളപ്പേപ്പറിലാണ് എന്നുള്ള ഒരു ദുർഗതയെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അങ്ങ് മുന്നോട്ട് വെച്ച ആ പദ്ധതിയെ പറ്റി വ്യക്തിപരമായി എടുത്ത് പറയുകയല്ല ശ്രീ സക്കറിയ ജോർജ് ഉണ്ടായത്. ഞാൻ പറഞ്ഞ മാതൃഭൂമി അതിന്റെ പാർട്ട്ണറായിരുന്നു. മാതൃഭൂമി അതിന്റെ പാർട്ട്ണറായിരുന്നു. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീമതി എൽസി യുമൻ, ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ട്രോമയ്ക്ക് ശേഷം നൽകേണ്ട ഒന്നാണ് ഒരു വ്യക്തിക്ക് എന്ന ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷമാണ് എങ്കിൽ, ഇങ്ങനെ പലതിനും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷം മാത്രമാണ് മനുഷ്യൻ്റെ മാനസിക നിലയെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ചിന്തയോ സഹായമോ നൽകേണ്ടത് എന്നത് എത്രത്തോളം ശരിയാണ്? അതൊട്ടും ശരിയല്ല. ഇപ്പോൾ സ്കൂളിലെ കൗൺസിലിങ്ങിൻ്റെ കാര്യം ഇപ്പം ചർച്ചയ്ക്ക് എടുത്തു. സ്കൂൾ കൗൺസിലിംഗ് എങ്ങനെയാണ്, എക്സാം ഫിയർ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ പരീക്ഷയ്ക്ക് നന്നായി മാർക്ക് മേടിച്ച് എല്ലാവർക്കും A+ എങ്ങനെ മേടിച്ച് കൊടുക്കാൻ പറ്റും, ഇതല്ലാതെ തോൽവി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. വീട്ടിലാണെന്നുണ്ടെങ്കിലോ +2-നെല്ലാം A+ മേടിച്ചാൽ അല്ലെങ്കിൽ ഇന്ന അഡ്മിഷൻ മേടിച്ചാൽ ഇന്ന റാങ്ക് മേടിച്ചാൽ ഞാൻ ഇന്നത് തരാമെന്നുള്ള വാഗ്ദാനം കുട്ടികൾക്ക് കൊടുക്കും. പക്ഷെ തോറ്റുപോയാൽ എന്ത് ചെയ്യണം, അല്ലെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ തന്നെ കൗൺസിലിംഗിൽ വരുന്ന ഏറ്റവും വലിയ പിഴവല്ലേ. ജയിക്കാനായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കും, അതിന് വേണ്ടുന്ന മോറൽ സപ്പോർട്ട് കൊടുക്കും, ആങ്സൈറ്റി എങ്ങനെ കുറയ്ക്കാം, ഉത്കണ്ഠ എങ്ങനെ കുറയ്ക്കാം, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ എങ്ങാനും തോറ്റുപോയാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാറില്ല. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഒരു ക്രൈസിസ് വന്നാൽ ആ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഈ ക്രൈസിസ് മാനേജ്മെന്റിനകത്തിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൻ്റെ സഹായം വേണമെങ്കിൽ അത് തേടുക, പോലീസിൻ്റെ സഹായം വേണമെങ്കിൽ അത് തേടുക, വൈദ്യസഹായം വേണമെങ്കിൽ അത് തേടുക, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം വേണമെങ്കിൽ അത് തേടുക. ഇതെല്ലാം ആ ക്രൈസിസ് മാനേജ്മെന്റിനകത്തിൽ വരുന്നത് തന്നെയാണ്. ഇപ്പം ഇതൊന്നും നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല.
ശരിക്കും പറഞ്ഞാൽ മാനസിക ആരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് 100% ശരിയാണ്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് റിപ്പയർ ചെയ്യുന്ന ഒന്ന് മാത്രമല്ല കൗൺസിലിംഗ്, ആ ഒരു ആസ്പെക്ട് മാത്രമല്ല. ഒരു വ്യക്തിയെ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി ഇങ്ങനെ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരന്ത മുഖത്ത് നമ്മളെല്ലാവരും നിന്ന് പോയേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സാഹചര്യം അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ എത്രമാത്രം നമ്മുടെ മനസ്സ് സജ്ജമാണ്, നമ്മുടെ തലച്ചോറ് സജ്ജമാണ്, ഇത് നിർണ്ണയിക്കുന്നത് നമുക്ക് കിട്ടുന്ന ചെറുപ്പം നാൾ മുതൽ കിട്ടുന്ന ബാലപാഠങ്ങളിൽ നിന്നാണ്. അത്തരം സജ്ജമാകുന്ന ഒരു തലച്ചോറ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ തലച്ചോറ് സജ്ജമാകാത്തപ്പോഴാണ് പലപ്പോഴും ക്രൈസിസ് വരുമ്പോൾ പതറിപ്പോകുന്നതും ജഡ്ജ്മെന്റിൽ നഷ്ടം വരുന്നതും അപക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ അത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നതും അല്ലെങ്കിൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻ ഏതൊക്കെ തലത്തിൽ ചെയ്യാമോ അതൊക്കെ ചെയ്യാനായിട്ട് തോറ്റുപോകുന്നതും അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നതും എല്ലാം തന്നെ അതൊക്കെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം മോഡിഫൈ ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. മാനസികാരോഗ്യ സാക്ഷരത ഈ കാലത്ത് ഏറ്റവും അധികം വേണ്ട ഒന്നാണ്. കാരണം അതിൻ്റെ ഒരു കുറവാണ് ഏറ്റവും അധികം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ 100% ലിറ്ററസി എന്ന് പറയും, പക്ഷേ മാനസികാരോഗ്യ സാക്ഷരത ഇല്ല, അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് ഇല്ല, ജീവിത നിപുണത എന്ന് പറയും. ഈ ജീവിത നിപുണത നമ്മുടെ കുട്ടികൾക്ക് ഒട്ടുമില്ല. പണ്ട് കാലത്തൊക്കെ ഇതിനെക്കാട്ടിലും പാരന്റിങ്ങിന്റെ ഒരു ഡിഫറൻസ് അവിടെയാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. പണ്ട് കാലത്ത് കുറച്ചും കൂടെ കരുത്തരായിരുന്നു നമ്മുടെ തലമുറ. ഇപ്പോഴങ്ങനെയല്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാത്തൊരു സാഹചര്യമായി. എന്നാൽ സമ്മർദ്ദത്തിന് വല്ല കുറവുമുണ്ടോ? പണ്ട് ഇത്രയും സ്ട്രെസ് ഇല്ലായിരുന്നു, ഒരു കുട്ടിക്കും ഇത്രയും സ്ട്രെസ് ഇല്ലായിരുന്നു, ഇത്രയും അപകടം നമ്മുടെ സമൂഹം കൊടുക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഒരു സമ്മർദ്ദം സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കാലമെല്ലാം മാറുന്നതനുസരിച്ച് ആ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സജ്ജമാക്കാൻ നമ്മൾ തോറ്റുപോയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മുടെ സമൂഹം അതിന് സജ്ജമാകാൻ തോറ്റുപോയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ എല്ലാ വ്യത്യാസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് യൂണിറ്റ് ആയ ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഫാമിലിയിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ അത് സമൂഹം ഒട്ടാകെ അത് സ്പ്രെഡ് ചെയ്ത് പോകത്തുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു അതിജീവിത തൻ്റെ അനുഭവം എന്നോട് പങ്കുവെച്ചതാണ്. ടൂറിസ്റ്റ് ബസ് പോകുമ്പോൾ ആ ടൂറിസ്റ്റ് ബസ് അവിടെ നിർത്തിയിട്ട് അവര് ഈ അതിജീവിതയുടെ വീട് കാണിച്ചു കൊടുക്കും. അതാണ് ഈ വിക്ടിമിന്റെ വീട് എന്ന് പറഞ്ഞ് അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറി. അവസാനം അവർ പിന്നെ അവിടുന്ന് ആ സ്ഥലം വിറ്റ്, ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രയും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ, മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹവും പെരുമാറുന്നത്. അപ്പോൾ ഈ തലത്തിലെല്ലാം ഒരു പൊളിച്ചെടുക്കുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ അത്തരം ക്രൂര വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് കുടുംബത്തിൽ സംഭവിച്ചാൽ ഇരു ചെവി അറിയാതെ ഒരു മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ആ വിവരം ചോരാതെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അവർ ഇല്ലാതെ പോവുകയും ചെയ്യുന്നത് എന്നതുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അഡ്വക്കേറ്റ് മായകൃഷ്ണൻ, അങ്ങ് നേരത്തെ 2 തവണ ഊന്നി പറഞ്ഞു അവിവാഹിതരായ മാതാക്കന്മാരെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് നിയമം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ, നിയമം പുരോഗമിക്കുന്ന രീതി, നിലവിൽ നിയമം അത് കൈകാര്യം ചെയ്യുന്ന രീതി ഒക്കെ അത് പക്ഷെ നിയമം മാത്രമാണ് എന്നതും അങ്ങ് പറഞ്ഞു. നമ്മുടെ സമൂഹത്തിലൊരു കുഞ്ഞ് ജനിക്കുന്നത്, ആ കുഞ്ഞിനെ ഗർഭിണിയാകുന്നത് മുതൽ ആ കുഞ്ഞ് ജനിക്കുന്നത് ഒന്ന് പോട്ടെ, ഒരു 2-3 വയസ്സുള്ള ഒരു കുഞ്ഞിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒന്ന് വീണു പരിക്കേറ്റു, എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പരിക്കേറ്റു, ഓടി ഇറങ്ങി ഒരു വാഹനം ഇടിച്ചു, ആ കുട്ടിയുടെ അമ്മ എവിടെ പോയി എന്നാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾക്ക് നേരിട്ട് കേൾക്കാറുള്ളതാണ് പലപ്പോഴും, അച്ഛൻ എവിടെ പോയി എന്നൊരു ചോദ്യം ഉണ്ടാകുന്നില്ല. ഒരു കുഞ്ഞ് വയറ്റിൽ ജനിക്കുന്ന സമയത്ത് അതിന് 2 പേർ ഒരേ സമയത്ത് ഉത്തരവാദികളാണ്. പക്ഷെ അതിൻ്റെ സോഷ്യലായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും, അതിൻ്റെ ഇമോഷണൽ ട്രോമ, സാമൂഹ്യമായ എല്ലാ കാര്യങ്ങളെയും ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നൊരവസ്ഥ എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് മാത്രമായി ബാധകമാകുന്നത് എന്ന് നമുക്കറിയാം, ആരും പറഞ്ഞു തരേണ്ടതില്ല. ഇതിൽ ഈ പ്രശ്നത്തിൽ പ്രത്യേകിച്ചും മുഴുവൻ ഉത്തരവാദിത്തങ്ങളെയും, ഇതിൻ്റെ മുഴുവൻ പരിണിത ഫലങ്ങളെയും, ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെയും എല്ലാം ഒറ്റ കേൾക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടി, നമ്മുടെ ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ ഒരു പ്രതിനിധി എന്ന രീതിക്കാണ്. പക്ഷേ നിയമം ഈ കുറ്റത്തെ പരിഗണിക്കുന്ന സമയത്ത് ഇത്തരം ഇളവുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ പരിശോധിക്കുമോ? നിയമത്തിൽ ഇപ്പോ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കാര്യങ്ങൾക്കകത്ത് അതിൽ പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. മാനസികാവസ്ഥ അടക്കം ഇപ്പൊ അത്തരത്തില് എന്തായിരുന്നു മെന്റൽ കണ്ടീഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് ഡിഫൻസ് ആയി എടുക്കാവുന്നതാണ്. അത് നിയമം തീർച്ചയായും പരിഗണിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് എന്തായിരുന്നു, ഇപ്പൊ നമുക്കറിയില്ല കുട്ടിയെ സംബന്ധിച്ചിട്ട് എന്തായിരുന്നു ഒരു കണ്ടീഷൻ, നോർമലിലായിരുന്നോ ഇത് ചെയ്തിരുന്നത്, അതോ കുട്ടിയുടെ എന്തായിരുന്നു ആ മാനസികാവസ്ഥ, ഏതുതരം മാനസികാവസ്ഥയിലാണ് നിലവിൽ ആ കുട്ടി ഉള്ളത് എന്നുള്ളതെല്ലാം മെഡിക്കൽ പരിശോധനയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഡിഫൻസ് എടുക്കുന്നത്. നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് അടക്കം ഇതില് ഈ കുട്ടി ഒറ്റയ്ക്കാണ്, ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് ഉണ്ടാവുന്നില്ലല്ലോ. പക്ഷെ ആ ഉണ്ടാവുന്ന മറ്റേ പാർട്ട് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും അക്യൂസേഷനും ഇല്ലാതെ ഇടകൊടുക്കാതെ നിൽക്കുകയാണ്. അത് ഇനിയിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ള വീടുകൾക്കകത്തും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജെൻഡർ അസൈൻഡ് റോൾസ് എന്ന് പറയുന്നത് കുഞ്ഞുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ കേരളത്തിന്റെ അകത്തടക്കം നിറയെ വിദ്യാഭ്യാസമുള്ള എത്ര കണ്ട് ഇപ്പോ നമ്മുടെയൊക്കെ കൂടെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കടക്കം കുഞ്ഞുണ്ടാവുകയും കുഞ്ഞിനെ വളർത്തുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് പഠിച്ചത് എത്ര വലിയ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും രണ്ടുപേരിൽ ഒരാൾ ജോലി എന്ന് തീരുമാനിച്ചാൽ നമ്മൾ തീർച്ചയായും നമ്മുടെ ഓപ്ഷൻ സ്ത്രീ വീട്ടിൽ നിൽക്കട്ടെ എന്നുള്ളതാണ്. അത് അത്തരത്തിൽ ജോലി ഇടയ്ക്ക് വെച്ചിട്ട് ജോലിയിൽ കരിയർ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള നിരവധിയായ സ്ത്രീകളാണുള്ളത്. അതിന്റെ അകത്ത് ഇനി ഒരു പനി വന്നെന്നാല് അത് കരിയറിലെ മറ്റേയാളുടെ കരിയറിനെ ബാധിക്കാത്തപ്പോ ഇത് ഈ സ്ത്രീയുടെ കരിയറിനെ പലപ്പോഴും ബാധിക്കും. ഇതിലുണ്ടാകുന്ന ട്രോമ ഇത്തരത്തിൽ ഇപ്പോ നമ്മൾ ഇതിൻ്റെയോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്. പോസ്റ്റ് മോർട്ടം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ കണ്ടു. പോസ്റ്റ് മോർട്ടം ഡിപ്രഷന്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ ഇതേപോലെ തന്നെ കുഞ്ഞു മരിച്ചു, ഇങ്ങനെ കൊല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത് സ്വന്തം കുട്ടിയെയാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് വിട്ടുപോയി. ഞാനത് യൂട്യൂബിലാണ് അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടത്. കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി, അതിന്റെ കാരണം ഇന്നതാണ്, നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയല്ല, ഞാൻ കൃത്യമായ മാനസികാവസ്ഥ ഇല്ലാതിരുന്ന ഒരു അമ്മയാണ് എന്ന് പറയാൻ കഴിയുന്ന കുട്ടികളുണ്ട്. പക്ഷേ അതിനോട് സമൂഹം എങ്ങനെയാണ് പ്രതികരിക്കുക? അത്തരം വീഡിയോകൾ, അത്തരം മാനസികാവസ്ഥ തുറന്നു പറയുന്നവരോട് എന്തിന് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം അതുതന്നെ പടച്ചുണ്ടാക്കിയ ഒരു കള്ളമാണെന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മൾ നേരിട്ട് കാണാറുണ്ട്. അതെ, അത് മനസ്സിലാക്കുന്ന എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് പോലും അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല. തന്നെയല്ല, കുഞ്ഞൊന്ന് കരഞ്ഞാലോ കുഞ്ഞിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലോ ഒക്കെ ഇതെല്ലാം ചെയ്യേണ്ടത് ഒരാളും. എന്നാൽ നമ്മൾ പേരിന് ഇൻഷ്യൽ ഇടുമ്പോൾ തീർച്ചയായും നമ്മൾ ഇത് ആണിന്റെ പേര് തന്നെ വേണമെന്ന് നിഷ്കർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ്. അപ്പൊ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മാനസികമായിട്ടുള്ള നില നമ്മൾ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന സൊസൈറ്റി കൊടുത്തേൽപ്പിച്ചിട്ടുള്ള അതൊരു സ്ത്രീയുടെ മേൽ കൊടുക്കുന്ന ബാധ്യത എന്ന് പറയുന്നത് നിസ്സാരമല്ല. പണ്ടിപ്പോ ജോലിക്ക് പോകാതിരിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് അവർ പുറം ലോകം കാണാത്ത അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് ഇന്ന് വർക്കിംഗ് വുമൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നാളെ ഇതിപ്പോ നമ്മൾ പറയുന്ന പ്രത്യേക സിറ്റുവേഷൻ, പക്ഷെ അതല്ലാതെയുള്ള സിറ്റുവേഷനിലൂടെ വരുന്ന സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് അവര് തന്നെ കൊന്നിട്ടാണല്ലോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കുട്ടിയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആമസോണിൽ തന്റെ വീട്ടിൽ തന്നെ വന്നിട്ടുള്ള ഒരു കവറിന്റെ അകത്തൊക്കെ എടുത്തെറിയണമെങ്കിൽ അതായത് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കുക എന്നതിനപ്പുറം മറ്റൊരു കാര്യം കുഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ എടുത്ത് വായിക്കണം. കാരണം ഇതൊരു പ്ലാൻ ചെയ്തിട്ട് വേറെ പ്രേക്ഷകർക്കും വളരെ കൃത്യമായി ഗൗരവത്തോടെ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിന്റെ പ്രത്യാഘാതമാണ് ആക്ച്വലി ഈ സംഭവിച്ചതല്ല നമ്മൾ കാണേണ്ടുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നു, എന്തുകൊണ്ട് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് എന്ന് തോന്നുന്നു. നമ്മുടെ പെൺകുഞ്ഞുങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ മാനാഭിമാനം എന്ന് സമൂഹം പറയുന്ന ഒരു കാര്യങ്ങളുമല്ല നിങ്ങളെ നിർണയിക്കുന്നതോ നിങ്ങളെ നിർവചിക്കുന്നതോ ഒന്നും. അത് മറ്റുള്ളവൻ്റെ ഒരു കുറച്ച് സമയത്തെ വിനോദം മാത്രമാണ്. എന്തെങ്കിലും ഒന്ന് പറയുക, എന്തെങ്കിലും ഒരു ചാപ്പ കുത്തിത്തരിക എന്നുള്ളത്. ജീവിതം അവനവൻ്റേതാണ് എന്നും അവനവൻ്റെ യുദ്ധമാണ് എന്നും തിരിച്ചറിഞ്ഞ് നിലനിൽക്കാൻ പഠിക്കുക എന്നതാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആർജിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. അതില്ലാതെ പോയാൽ പരാജയപ്പെടുത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും തന്നെത്താനെ പടഞ്ഞ് ഉണ്ടായി വരും എന്നതുകൂടി മനസ്സിലാക്കുക. വളരെയധികം നന്ദി.